കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ഫെബ്രുവരി 1 മുതൽ 7 വരെ. ലോകത്തിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിനായുള്ള നിക്ഷേപങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം അയർലൻഡ്. അടുത്തിടെ അന്തരിച്ച മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ആയിരുന്ന വ്യക്തി ഇ. അഹമ്മദ്. ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാൻ മൗസ ഫക്കി മഹമ്മദ്. 2016 നവംബർ 9-നും ഡിസംബർ 30-നും ഇടയിൽ നടന്ന വലിയ പണമിടപാടുകളെപ്പറ്റി വെരിഫിക്കേഷൻ നടത്തുന്നതിനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ക്ലീൻ മണി. അടുത്തിടെ അന്തരിച്ച ഫാദർ ഓഫ് പാക്മാൻ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി മസായ നക്കാമുറ. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ആരംഭിച്ച നഗരങ്ങൾ റാഞ്ചി, റായ്പൂർ. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലേക്കായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആരംഭിക്കാൻ പോകുന്ന പദ്ധതി രാഷ്ട്രീയ റെയിൽ സംരക്ഷാ കോശ്. അടുത്തിടെ മധ്യ ഹിമാലയൻ മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാന പദ്ധതി ആരംഭിച്ച സംഘടന ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി BNHS. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അമേരിക്കൻ പ്രതിനിധിയായി നിയമിതയായ ഇന്ത്യൻ വംശജ നിക്കി ഹാലി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ PVK റെഡ്ഡി. അടുത്തിടെ കേന്ദ്ര ക്യാബിനറ്റ് 1500 കോടിയുടെ ഡിഫൻസ് യൂണിറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്തിടെ അമര സംഗീത ഗന്ധർവ പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ്. മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നൌദ്. അടുത്തിടെ തീവ്രവാദം അമർച്ച ചെയ്യുന്നതിനായി ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെട്ട രാജ്യം റഷ്യ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BROന്റെ പുതിയ തലവൻ ലഫ്റ്റനന്റ് ജനറൽ SK ശ്രീവാസ്തവ. 2017 ദക്ഷിണേഷ്യൻ സ്പീക്കേഴ്സ് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഫയലുകളുടെ കാലതാമസവും അഴിമതിയും സംബന്ധിച്ച പരാതികൾ ജനങ്ങൾക്ക് ബോധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന വെബ്സൈറ്റ് ഫോർ ദ പീപ്പിൾ. ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഋഷഭ് പന്ത്. അടുത്തിടെ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പുരുഷ വിഭാഗം ജൂനിയർ സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ബെസ്റ്റ് IT സ്റ്റാർട്ടപ്പ് ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ IT കമ്പനി ലുസീഡിയസ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ശൃംഖല നവീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ എക്സ്പോർട്ട് സ്കീം TIES. 53ാമത് സാർക്ക് പ്രോഗ്രാം കമ്മിറ്റി മീറ്റിംഗിന് വേദിയായത് കാഠ്മണ്ഡു, നേപ്പാൾ. അടുത്തിടെ ചൈന പരീക്ഷിച്ച 10 ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഡോങ് ഫെങ് 5C. അടുത്തിടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇംഗ്ലീഷ് താരം ഫ്രാങ്ക് ലാംപാർഡ്. 2017 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി കോഴിക്കോട്. കുട്ടികൾക്കായുള്ള നാഷണൽ ജിയോഗ്രഫി ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വൈൽഡ് വെക്കേഷൻ വിഭാഗത്തിൽ വിജയിയായ ഇന്ത്യൻ ബാലിക സന്യ ജെയിൻ. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം വി ക്യാൻ ഐ ക്യാൻ. 2016 മുതൽ 2018 വരെ ഇതേ പ്രമേയം ആണ്. റെയിൽവേ മേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യയുമായി സാങ്കേതിക സഹകരണത്തിന് ധാരണയിലേർപ്പെട്ട രാജ്യം ഇറ്റലി.
2017 ബ്രാൻഡ് ഫിനാൻസ് ഗ്ലോബൽ 500 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ ബ്രാൻഡുകളിൽ 1-ാം സ്ഥാനത്തെത്തിയ കമ്പനി ഗൂഗിൾ. ICCയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം 2020 ബാറ്റിംഗിൽ 1-ാമതെത്തിയത് വിരാട് കോഹ്ലി. 2017 വിറ്റ്സൺ മാഗസീനിന്റെ കവർ പേജിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ആദ്യ താരം സച്ചിൻ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജീവ് സന്യാൽ. കേരള ബിസിനസ് ടു ബിസിനസ് മീറ്റ് ആയ വ്യാപാർ 2017 വേദി കൊച്ചി. യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ അറിയുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ എയർ സേവ. അടുത്തിടെ UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ സംരംഭം റെസ്പോൺസിബിൾ ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSE മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായത് വിക്രം ലിമായെ. UN ജനറൽ അസംബ്ലിയുടെ ജോയിന്റ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് അംഗമായി വീണ്ടും നിയമിതനായ മലയാളി A. ഗോപിനാഥൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനായത് ആനന്ദ് കുമാർ ഗുപ്ത. ഇന്ത്യയിൽ ആദ്യമായി പാരാ അത്ലറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പാരാ അത്ലറ്റിക്സ് ആരംഭിക്കുന്ന സ്ഥലം ഗാന്ധിനഗർ. അടുത്തിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ അവാമി ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്ന വ്യക്തി സുരഞ്ജിത് സെൻഗുപ്ത. സിനിമാ സാങ്കേതിക പ്രവർത്തക സംഘടനയായ മാക്ടയുടെ പ്രഥമ ലെജൻഡ് ഓണർ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായർ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് ആരംഭിച്ചത് ഖത്തർ എയർവേസ്. അമേരിക്കയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത് മനുഷ്യഹൃദയത്തിൽ ഘടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പേസ് മേക്കർ മൈക്രോ ട്രാൻസ് കാത്തറ്റർ പേസിംഗ് സിസ്റ്റം TPS. ബ്രിട്ടന്റെ കമാൻഡർ ഓഫ് ദ മോസ്റ്റ് എക്സലന്റ് ഓർഡറിന് അർഹനായ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം അലിസ്റ്റർ കുക്ക്. 2017 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീട ജേതാക്കൾ കാമറൂൺ. റോട്ടർഡാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഹൈവസ്റ്റ് ടൈഗർ അവാർഡ് ലഭിച്ച മലയാള സിനിമ സെക്സി ദുർഗ. സംവിധാനം സനൽകുമാർ ശശിധരൻ. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ. ഗൂഗിളിന്റെ സാറ്റലൈറ്റ് ഇമേജിംഗ് കമ്പനിയായ ടെറാ ബെല്ലയെ ഏറ്റെടുക്കുന്ന കമ്പനി പ്ലാനറ്റ് ലാബ്സ്. പാരീസ് ഉടമ്പടിയോട് അനുബന്ധിച്ച് 2045 ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യം സ്വീഡൻ. യോഗയിലൂടെ ഡയബറ്റീസ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആയുഷ് മന്ത്രാലയം രൂപീകരിച്ച 16-അംഗ കമ്മിറ്റി തലവൻ ഡോക്ടർ HR നാഗേന്ദ്ര. ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന്റെ പുതിയ പേര് ദാരാ ഷിക്കോഹ് റോഡ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ മുതിർന്ന സഹോദരനാണ് ദാരാ ഷിക്കോഹ്. ഇന്ത്യയിലെ ആദ്യ സോഷ്യൽ ഇന്നവേഷൻ സെന്റർ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഇസ്രയേലിലെ പ്രശസ്തമായ ജനസിസ് അവാർഡ് 2017 അർഹനായ ഇന്ത്യൻ വംശജൻ അനീഷ് കപൂർ. ഇന്ത്യൻ നാവികസേനാ കപ്പലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പുതിയ സംവിധാനം ഇന്റഗ്രേറ്റഡ് അണ്ടർ വാട്ടർ ഹാർബർ ഡിഫൻസ് ആൻഡ് സർവെയിലൻസ് സിസ്റ്റം IUHDSS. അടുത്തിടെ ആഗോള രോഗപ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏത് രോഗങ്ങൾക്ക് എതിരെയാണ് വാക്സിനേഷൻ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? മീസിൽസ്, റുബെല്ല.
2017-2020 വരെയുള്ള ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. അടുത്തിടെ പാലോട് ബൊട്ടാനിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർ ഔഷധഗുണമുണ്ടെന്ന് സ്ഥിരീകരിച്ച സസ്യം ന്യൂറോകാലിക്സ് കാലിസിനസ്. ചോള നായ്ക്കർ എന്ന ആദിവാസി വിഭാഗമാണ് ഈ സസ്യത്തിന്റെ ഔഷധഗുണം തിരിച്ചറിഞ്ഞത്. അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് റെയിൽവേ ലൈൻ ആരംഭിക്കാൻ തീരുമാനിച്ച കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.